സംസ്ഥാനത്ത് ഇന്ന് വാഹനാപകടങ്ങളിൽ 6 മരണം. പത്തനംതിട്ട റാന്നി മന്ദിരംപടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. നാരങ്ങാനത്ത് സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. ഇടയാറന്മുള സ്വദേശി ശ്രീരജനാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 ബൈക്ക് യാത്രികർ മരിച്ചു. ഷിജോ കുര്യനും ഷഫീദ് റാവുത്തറും വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷിജോ, പത്തനംതിട്ടയിലെ അപകടങ്ങളുടെ വിശദാംശങ്ങൾ. ഷിജോ. ഡോക്ടർ ഉന്മേഷ, ഇന്ന് ഉച്ചയ്ക്ക് 12:30 റാന്നി മന്ദിരംപടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചത്. ശബരിമല തീർത്ഥാടനത്തിന് പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസും തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. മന്ദിരംപടിക്ക് സമീപമായിരുന്നു അപകടം. അതായത് രണ്ടും എതിർദിശയിൽ വന്ന വാഹനങ്ങളാണ്. ഈ കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ഈ കാറ് അമിത വേഗതയിലെത്തി ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നത് നമുക്ക് CCTV ദൃശ്യങ്ങൾ നടക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എല്ലാം അവിടെ എത്തി ഈ വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഈ പരിക്കേറ്റ ആളുകളെയൊക്കെ പുറത്തേക്ക് എത്തിച്ചത്. ഈ കാറിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായിട്ടുള്ള 2 പേർ മരിച്ചു എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരാൾ ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. മറ്റൊരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിമതിയാണ് മരണപ്പെട്ടത്. പരിക്കേറ്റ ഏതാണ്ട് 10-ലധികം പേരെ വിവിധ ആശുപത്രികളുണ്ട്. കോന്നിയിലെയും റാന്നിയിലെയും വിവിധ ആശുപത്രികളായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ആരുടെയും നില ഗുരുതരമല്ല, പക്ഷേ 2 മരണം സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു അപകടം എന്ന് പറയുന്നത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഈ പറയുന്ന നാരങ്ങാനം മടത്തുംപടിയിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരമായി ചികിത്സയിലായിരുന്ന 60 വയസ്സുകാരനായിട്ടുള്ള ശ്രീരാജൻ എന്ന് പറയുന്നയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് മരണപ്പെട്ടു. അത് പിക്കപ്പ് വാനുമായിട്ട് കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അല്പസമയം മുമ്പ് കൂടലിൽ ഒരു അപകടം ഉണ്ടായി. അവിടെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് പുറകിലേക്ക് ഒരു ഇലക്ട്രിക് ഓട്ടോ വന്നിടിച്ചാണ് അപകടമുണ്ടായത്. അതിനകത്ത് ഓട്ടോ ഡ്രൈവർക്ക് ചെറുതായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ആ ഓട്ടോ ഡ്രൈവറെ ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർ ഉന്മേഷ്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് റാവുത്തറിലേക്കാണ് തിരുവനന്തപുരത്തെ അപകടത്തിന്റെ വിശദാംശങ്ങൾ ഷഫീദ് നൽകും. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷഫീദ്. ഉന്മേഷ്, വളരെ അപ്രതീക്ഷിതമായ ഒരു അപകടമാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്. അതായത് പള്ളിക്കൽ സിഗ്നലിന് സമീപം യുവതിയും യുവാവും കൂടി ബൈക്ക് നിർത്തിയിട്ട് അവർ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ബൈക്ക് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു സിഗ്നലിന് സമീപം. അപ്പോഴാണ് പിന്നിൽ നിന്നെത്തിയ ലോറി ഇവരുടെ പിൻവശത്തേക്ക് ഇടിച്ച് കയറുന്നത്. തൽക്ഷണം തന്നെ 2 പേരും മരിച്ചു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള വാർത്ത. മുക്കാല സ്വദേശിയായിട്ടുള്ള അമൽ, അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ദേവി കൃഷ്ണ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി, ഇവർ 2 പേരുമാണ് മരിച്ചത്. ഇവർ 2 പേരും തിരുവനന്തപുരത്തെ വിദ്യാർത്ഥികളാണ്. ലക്ഷ്യ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥിയും അതേപോലെ ദിശ സ്റ്റഡി സെന്ററിലുമാണ് 2 പേരും പഠിക്കുന്നത്. അപ്രതീക്ഷിതമായി, അതായത് ഈ ലോറി വന്ന നിയന്ത്രണം വിട്ട് ഇവരുടെ പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുള്ളതാണ് അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ അറിയിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.